നമസ്കാരം എല്ലാ മാനവപ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ജോബി ആന്റണി. ഇന്ന് നമ്മൾ വന്ന് ചേർന്നിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ കാട്ടൂരാണ്. കാട്ടൂർ എൻ്റെ സ്വന്തം നാടാണ്. നമ്മുടെ ചാനലിൽ ഏകദേശം ഒരു 2 വർഷം മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു, മാസ് ഹെർബൽസ്. ആ സ്ഥാപനത്തിൽ തന്നെയാണ് നമ്മൾ ഇന്നും വന്ന് ചേർന്നിരിക്കുന്നത്. ആ സ്ഥാപനത്തിൻ്റെ പുതിയ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. പ്രോഡക്റ്റ് ഏകദേശം 300ഓളം പ്രോഡക്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഒരു വലിയ ഓപ്പറേഷൻ ടീമുണ്ട്, ഫാക്ടറി ഉണ്ട്. ഇതെല്ലാം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നുണ്ട്. ഈ സ്ഥാപനം ഏകദേശം 6 വർഷം മുമ്പാണ് ആരംഭിച്ചത്. വിനിത മുബിൻ എന്ന് പറയുന്ന വനിത ആണ് ഇത് ആരംഭിച്ചത്. ഇതൊരു വനിതാ സംരംഭമാണ്. ഇപ്പോൾ ഏകദേശം വലിയൊരു ടീം തന്നെയാണ്. മാർക്കറ്റിങ്ങിന് ഒരു ടീമിന്, പ്രൊഡക്ഷനുണ്ട്, അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യാൻ മറ്റൊരു ടീമുണ്ട്. അതുപോലെ തന്നെ ബിസിനസ് ഓപ്പർച്യൂണിറ്റി, പല ഓപ്പർച്യൂണിറ്റീസും നിങ്ങൾക്ക് ഇതിൻ്റെ പാർട്ടാവണമെങ്കിൽ തീർച്ചയായിട്ടും സാധിക്കുന്നതാണ്. ഇതിൻ്റെ ഓപ്പറേഷൻ മാനേജർ ഷാന് വളരെ വിശദമായിട്ട് സംസാരിക്കുന്നുണ്ട്. അതിനുശേഷം ഷാന് ഈ പ്രോഡക്റ്റിനെ കുറിച്ച് വിശദീകരിക്കും, ഫാക്ടറി ടൂർ നടക്കും. ഷാന് വെൽക്കം. ഷാൻ, ഈ മാസ് ഹെർബൽസ് സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? അതിൻ്റെ ഒരു ആരംഭം എങ്ങനെയായിരുന്നു? 6 വർഷം മുമ്പാണ് കമ്പനി ഫോം ചെയ്തത്. നമ്മൾ മാസ് നാച്ചുറൽ പ്രൊഡക്റ്റ് ലിമിറ്റഡാണ് നമ്മൾ കമ്പനിയുടെ പേര്. ഒരു മാസ് ഹെർബൽസ് എന്നൊരു ബ്രാൻഡ് നമുക്കുണ്ട്. കൂടാതെ സിസ്റ്റർ ബ്രാൻഡായിട്ട് ടെത്തീസ് എന്നൊരു ബ്രാൻഡ് കൂടി ഉണ്ട്. നമ്മൾ ഏതെല്ലാം പ്രോഡക്റ്റാണ് ആദ്യം ആരംഭിക്കുന്നത്? എങ്ങനെയാണ് ഇതിൻ്റെ ആരംഭം? നമ്മൾ ഇതിൻ്റെ ഓണറായിട്ടുള്ള വിനീത മുബി, അവര് ഒരു 6 വർഷം മുമ്പ് അവരുടെ വീട്ടിൽ ഇതുപോലെ തന്നെ അവരുടെ ഉമ്മ സ്കിൻ കെയർ ഓയിൽ ഉണ്ട്, സ്കിൻ ഗ്ലോ ഓയിൽ. ഇതാണ് പ്രോഡക്റ്റ്. ഇത് അവരുടെ വീട്ടാവശ്യത്തിന് അവർക്ക് ഉണ്ടാക്കുകയും പിന്നീട് 1-2 പേര് ഉപയോഗിച്ച് നോക്കിയിട്ട് നല്ല അഭിപ്രായം പറയുകയും ചെയ്തു. അങ്ങനെ അത് കുറച്ച് അധികം ഉണ്ടാക്കിയിട്ട് പലർക്കും കൊടുക്കുകയും അങ്ങനെ കൂടുതൽ ഡിമാൻഡ് ഉണ്ടായപ്പോൾ അതൊരു എന്താ പറയുക കൊമേഴ്ഷ്യലൈസ് ചെയ്ത് നമ്മൾ വിറ്റ് പിന്നീട് അതാണ് നമ്മുടെ തുടക്കം. ഈ സ്കിൻ ഗ്ലോ ഓയിലിൽ നിന്നാണ് തുടക്കം. എന്തെല്ലാം ഐറ്റംസ് ആണ് ഉപയോഗിക്കുന്നത്? നമുക്ക് തല മുതൽ കാല് വരെയുള്ള എല്ലാ ഐറ്റംസ് ഉണ്ട്. അതായത് ഹെയർ പ്രോഡക്ട്സ് ഉണ്ട്, ഫേസ്, ഇതുപോലെ തന്നെ ബോഡി, ബേബി പ്രോഡക്ട്സ്, ലിപ് കെയർ, ഐ കെയർ, ഫുഡ് കെയർ, അങ്ങനെ എല്ലാ റേഞ്ചിലും പെട്ട ശരീരത്തിന് ഒരാൾക്ക് വേണ്ട എല്ലാ ഐറ്റംസ് ഉണ്ട്. മെൻ വേറെയുണ്ട്. ഓവറോൾ എത്ര പ്രോഡക്റ്റ് നമ്മുടെ ഉണ്ടാവും? നമുക്കൊരു 200+ ഐറ്റംസ് ഉണ്ടാവും. ഓക്കെ. ഇതെല്ലാം മാനുഫാക്ചറിങ് ചെയ്യുന്നത് കാട്ടൂര് സ്ഥലത്ത് തന്നെയാണ്? അതെ അതെ, ഇവിടെയാണ്. കാട്ടൂർ തന്നെയാണ്. നമുക്ക് R&D ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. പ്രോഡക്റ്റിനെ കുറിച്ച് ഒന്ന് വിശദീകരിച്ച് അതിന്റെ ബെനിഫിറ്റ്സും കാര്യങ്ങളൊന്നും പറഞ്ഞോളൂ. തീർച്ചയായും. സോ ഇത് നമ്മുടെ ഹെർബൽ ഹെയർ ഓയിലാണ്. ഓക്കെ. ഇത് നമ്മുടെ നാടൻ കഞ്ഞുണ്ണി, നെല്ലിക്ക, അങ്ങനെയുള്ള ഐറ്റംസ് ആണ് പ്രധാനമായിട്ടും. ഒരു ബോട്ടിൽ ഏകദേശം 100 മില്ലി ഉണ്ടാവും. 100 മില്ലി ഉണ്ടാവും. നമുക്ക് അത്യാവശ്യം നല്ല റിസൾട്ടുള്ള ഐറ്റമാണ്, പോകുന്ന ഐറ്റമാണ്. പ്രധാനമായിട്ടും ഈ ഡാമേജ് ഹെയർ, ഫ്രിസി ആയിട്ടുള്ള ഹെയർ, ഇതൊക്കെ റെഡി ആവാനായിട്ട് അത് ഉപയോഗിക്കാം. വെരി ഗുഡ്. അടുത്ത എന്താണ് നമുക്ക് ഉള്ളത്? പിന്നെ നമുക്ക് അത്യാവശ്യം നല്ല വളരെയധികം നമുക്ക് സെയിൽസ് ഉള്ള ഐറ്റമാണ് ഓണിയൻ ഹിബിസ്കസ് ഹെയർ ജെറ്റ്. ഇത് റോസ്മേരി ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആണ്. സത്യത്തിൽ നമ്മളൊരു 3-4 വർഷം മുമ്പേ യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് റോസ്മേരി. പിന്നെ ഓണിയനും ചെമ്പരത്തിയാണ് പ്രധാനമായിട്ടും വരുന്നത്. അതെ, ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കാൾപ്പിന്റെ ഡാമേജ് മാറ്റാനും പിന്നെ ഹെയർ ഗ്രോത്തിനും ഉപയോഗിക്കുന്നുണ്ട്, ഡാൻഡ്രഫ് പോകാനൊക്കെ ആയിട്ട്. ഹെയർ ജെല്ലാണ് ഇത്. ഇത് 100 ഗ്രാമാണ് വരുന്നത്. നമുക്ക് സ്കാൾപ്പിൽ നേരിട്ട് ഉപയോഗിക്കാം. സാധാരണ ജെല്ലൊക്കെ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ എന്തായാലും കഴുകി കളയണം. ഇത് കഴുകി കളയണം, നമുക്ക് സ്കാൾപ്പിൽ നേരിട്ട് ഉപയോഗിക്കാം. പിന്നെ നമുക്ക് കെരാട്ടിൻ കണ്ടീഷണർ ആണുള്ളത്. ഇത് നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ യൂസ് ചെയ്യാം. ഇത് പ്രധാനമായിട്ടും മുടി സ്മൂത്തൻ ചെയ്യാനായിട്ടാണ് ഉപയോഗിക്കുന്നത്. കെരാട്ടിൻ, പിന്നെ അതുപോലെ വൈറ്റമിൻ ഇ ഒക്കെ അടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ അടുത്തത്. പിന്നെ റോസ്മേരി വാട്ടർ ആണ് ഒരു ഐറ്റം. ഇത് അത്യാവശ്യം നല്ല സെയിലുള്ള ഐറ്റമാണ്. ഇതിന്റെ ഉപകാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാം. പ്രത്യേകിച്ച് ഉപയോഗിക്കാൻ റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. നേരിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. ഇത് നമുക്ക് ഹെയർ ഗ്രോത്തിന്, അതായത് പുതിയ മുടി വരാനായിട്ട് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഐറ്റമാണ്. മാത്രമല്ല നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ബാക്കി റോസ്മേരി വാട്ടറിനെ അപേക്ഷിച്ച് ഇതിൽ റോസ്മേരിയുടെ കണ്ടന്റ് കൂടുതലാണ്. ഇതുപോലെ തന്നെ നമുക്ക് മുടി ഹൈഡ്രേറ്റ് ആയിട്ട് നിൽക്കും എപ്പോഴും. നല്ല കണ്ടീഷനിങ് ഏജന്റ് ഉണ്ട് ഇതിൽ. ഒരു ബോട്ടിലിന്റെ ഇത് 100 ml ആണ്. പിന്നെ നമുക്ക് റോസ്മേരി വാട്ടർ ഇപ്പൊ കാണിച്ച പോലെ അതിന്റെ തന്നെ ഷാമ്പു ബേസ് ഉണ്ട്.
ഓക്കെ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോസ്മേരി വാട്ടറിന് എന്തൊക്കെ ഗുണമുണ്ടോ അതേ സംഗതികൾ ഷാമ്പൂല് നമുക്ക് കിട്ടും. നമ്മള് ഷാമ്പൂ ഇത് യൂസ് ചെയ്താൽ മാത്രമല്ല റോസ്മേരി വാട്ടറും ഷാമ്പൂ, പിന്നെ നമുക്ക് ഹെയർ മാസ്ക് കൂടെ ഉണ്ട്, റോസ്മേരി ഹെയർ മാസ്ക്. ഇതാ ഇതുപോലെ തന്നെ വളരെ ഡിമാൻഡുള്ള റൈറ്റ് ആണ് നമ്മുടെ. നമുക്ക് ഷാമ്പൂ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് സ്കാൾപ്പ് ക്ലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അങ്ങനെ ക്ലീൻ ചെയ്യുമ്പോൾ നമ്മുടെ സ്കാൾപ്പിലുള്ള ഓയിൽ കൂടുതലായിട്ട് പോകാൻ ചിലപ്പോൾ ചാൻസ് ഉണ്ട്. ഷാമ്പു സാധാരണ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാവുന്ന അപ്പൊ അങ്ങനെ പോകുന്ന ഓയില് നമുക്ക് റീഗെയിൻ ചെയ്യാനാണ് ഈ ഹെയർ മാസ്ക് ഉപയോഗിക്കുക. ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ മുടി അത്യാവശ്യം നല്ല ഹൈഡ്രേറ്റ് ആയിട്ട് കിട്ടും. ഇതുപോലെ തന്നെ ഈ മൂന്നും കൂടി ഉപയോഗിക്കുന്ന ഒരു പരിപാടി ഉണ്ട്, അതായത് റോസ്മേരി വാട്ടർ, റോസ്മേരി ഷാമ്പു, റോസ്മേരി ഹെയർ മാസ്ക്. റിസൾട്ട് ഭയങ്കര ക്വിക്ക് റിസൾട്ട് ആയിരിക്കും. നമുക്ക് അത്യാവശ്യം നല്ല ഡിമാൻഡുള്ള ഐറ്റാണ് ഈ ഹെയർ മാസ്ക്. ഹെയർ ട്രീറ്റ്മെന്റിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഫാസ്റ്റ് മൂവിങ് ഐറ്റംസ് ഏതായിരിക്കും? നമ്മൾക്ക് ഏറ്റവും കൂടുതൽ പോകുന്ന ഐറ്റംസ് ചോദിക്കുകയാണെങ്കിൽ താളി, ഇതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഓണിയൻ ഹിബിസ്കസ് ജെല്ല് പോകുന്നുണ്ട്. പിന്നെ ഈ റോസ്മേരിയുടെ എല്ലാ ഐറ്റംസും. താളിനെ പറ്റി പറയുകയാണെങ്കിൽ അതായത് നമ്മള് നാച്ചുറൽ ആയിട്ട് ഉപയോഗിക്കുന്ന താളി ഉണ്ടല്ലോ, ചെമ്പരത്തി താളി, അതേ താളിയുടെ തന്നെ ഷാമ്പു ഫോമാണ്. ഉപരി പുറത്താണ് ഇതിന്റെ ഡിമാൻഡ്. നമ്മുടെ നാട്ടിലുണ്ട്, അതിൽ കൂടുതൽ കേരളത്തിന് പുറത്താണ്. നമുക്ക് വളരെയധികം സെയിലുള്ള ഐറ്റാണ്. ഷാനു, ഇപ്പൊ നമ്മൾ ഹെയറിനെ കുറിച്ചുള്ള ഐറ്റംസ് ആണ് പരിചയപ്പെട്ടത്. ഇനി എന്താണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ളത്? ഇനി ഫേസ് ഉണ്ട്, സ്കിൻ ഉണ്ട്. അതിനെപ്പറ്റി എന്നെക്കാൾ കൂടുതൽ ഞാൻ നമ്മുടെ മാനേജറെ വിളിക്കാം. മാനേജർ മാഡത്തിനെ, അദ്ദേഹത്തിനായിരിക്കും കുറച്ച് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. നമസ്കാരം മാം. നമസ്കാരം. നമുക്കപ്പോ ഇനി മാം പരിചയപ്പെടുത്തുന്ന സ്കിന്നിന്റെ പ്രോഡക്റ്റിനെ കുറിച്ചായിരിക്കും അല്ലേ? അപ്പൊ ഒന്ന് ഇന്ന് നമുക്ക് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. എന്നാലും നമുക്ക് കൂടുതൽ പോകുന്നത് സ്കിൻ ഗ്ലോയില്. അത് പക്ഷെ ഓയിലി സ്കിൻ ഉള്ളവർക്ക് കുറച്ച് ചിലപ്പം പിമ്പിൾസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. അല്ലാത്തവർക്ക് ബെസ്റ്റ് പ്രൊഡക്റ്റ് ആണ്, നല്ല എഫക്റ്റീവ് ആണ്. അത് നമ്മുടെ ഫസ്റ്റ് പ്രൊഡക്റ്റ് ആണ്. ഒരുപാട് ആൾക്കാർ റിവ്യൂ ഇട്ടിട്ടുണ്ട്. നമുക്ക് ഇപ്പോഴും ഫാസ്റ്റ് മൂവിങ് ആയിട്ട് പോണ ഇതാണ്. കംപ്ലീറ്റ് നാച്ചുറൽ ആണ്. നമ്മളൊന്നും ആർട്ടിഫിഷ്യൽ ആയിട്ട് ഒന്നും ചേർക്കണില്ല. എത്ര കാലം വേണമെങ്കിലും ഇത് ഇരിക്കുകയും ചെയ്യും. എക്സ്പയറി ഡേറ്റും ഇല്ല, അത് ഇരിക്കും, എത്ര നാൾ വേണമെങ്കിലും ഇരിക്കും. പിന്നെ സ്കിന്നിനുള്ള വേറെ ഐറ്റംസ് ആണ് പിന്നുള്ളത് ഈ ഗോൾഡൻ ഗ്ലോ പാക്ക് ആണ്. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ കോംബോ ആയിട്ട് യൂസ് ചെയ്യാം. ഇതില് ഒരുവിധം ഇതില് ചന്ദനം, പിന്നെ മഞ്ചിസ്ത, മഞ്ഞള്, കസ്തൂരി മഞ്ഞള്, എല്ലാവിധ സാധനങ്ങളും ഉള്ളതാണ്. അപ്പൊ ഇത് ചിലവർക്ക് ഈ പറഞ്ഞ പോലെ മഞ്ഞളൊക്കെ അലർജി ഉള്ളവർക്കാണെങ്കിൽ വിത്തൗട്ടും ടെർമറിക്കൊക്കെ നമ്മള് ആക്കി കൊടുക്കാറുണ്ട്, കസ്റ്റമൈസ് ചെയ്തിട്ടും ചെയ്ത് കൊടുക്കാറുണ്ട്. ചിലർക്ക് മഞ്ചിസ്ത അലർജി ഉള്ളവർക്ക് വിത്തൗട്ട് മഞ്ചിസ്ത, അതും നമ്മള് അങ്ങനെയൊക്കെ നമ്മള് കാറ്റഗറൈസ് ചെയ്തിട്ടും കൊടുക്കാറുണ്ട് ആൾക്കാരുടെ കസ്റ്റമേഴ്സിന്റെ ഇതനുസരിച്ചിട്ട്, സ്കിന്നനുസരിച്ചിട്ട്. ക്വാണ്ടിറ്റി എത്ര വരുന്നത് ഒരു ബോട്ടിൽ? 100 തന്നെയാണ്. 200 ഗ്രാം. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് ഈ ഓയിൽ ഇട്ടിട്ട് ഇരുന്നിട്ട് പിന്നെ മാസ്ക് ഇട്ട് നമുക്ക് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ല ബ്രൈറ്റ്നെസ് കൂടാനുള്ള ചാൻസ് ഉണ്ട്. നല്ല മീൻസ് നല്ല എഫക്റ്റീവ് ആണ്, സ്കിൻ നല്ലതായിട്ട് ബ്രൈറ്റ് ആവും. പിന്നെ ഇത് പറ്റാത്തവർക്കാണെങ്കിൽ ഇത് മാത്രം ഇട്ടാലും കുഴപ്പമില്ല. മീൻസ് ഇത് നല്ല എഫക്റ്റീവാ. പ്രൈസ് വൈസ് നോക്കുകയാണെങ്കിലും ഇതിനിപ്പോ നമുക്ക് 100 ഗ്രാമിന് 220 ആണ് നമ്മൾ ചാർജ് ചെയ്യുന്നത്. 220 ഇത് എത്ര നാൾ നിൽക്കും? ഒരു 220 കുറെ നാൾ നിൽക്കും. കാരണം ഇതൊരു ജസ്റ്റ് ഒരു ചെറിയ സ്പൂൺ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫേസിലെല്ലാം അപ്ലൈ ചെയ്യാൻ പറ്റും. ചെറിയ ക്വാണ്ടിറ്റി ക്വാണ്ടിറ്റി മതി. ഇതിപ്പോ എനിക്ക് തോന്നുന്നു ഒരു 2 monthsനൊക്കെ ഉണ്ടാവും, ധാരാളം ഉണ്ടാവും. പിന്നെ സ്കിൻ ഓയിലി സ്കിന്നിനാണ് ഇത്. അപ്പൊ ഇത് പറ്റാത്തവർക്കാണ് നമ്മളിപ്പോ സ്കിൻ ലൈറ്റനിങ് ജെൽ എന്ന് പറഞ്ഞിട്ട് റൈറ്റ് ഇറക്കിയിട്ടുള്ളത്. അപ്പൊ ഇതിലും ഈ പറഞ്ഞ പോലെ സാഫ്രോൺ, അതുപോലെ എല്ലാ ടെർമറിക് എല്ലാം നല്ല സ്കിൻ ബ്രൈറ്റനിങ് ആവാൻ പറ്റതാ. ഇത് എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും പറ്റും. ഡ്രൈ ആണെങ്കിലും ഓയിലി ആണെങ്കിലും എല്ലാ സ്കിൻ ടൈപ്പുകാരും. അപ്പൊ ഇത് പെട്ടെന്ന് അബ്സോർബ് ആയി പോവുകയും ചെയ്യും. അങ്ങനെ സ്കിന്നില് പറ്റി പിടിച്ചിരിക്കുക അങ്ങനത്തെ ഒന്നുമില്ല. പ്രൈസ് റേഞ്ച് ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും. പ്രൈസ് റേഞ്ച് കുഴപ്പമില്ല. ഇത് ഇപ്പൊ 425 ആണ് നമുക്ക് 100 ഗ്രാമിന്. പക്ഷെ നല്ല ഫാസ്റ്റ് മൂവിങ് തന്നെയാണ്, ആൾക്കാർ കൂടുതലും ചൂസ് ചെയ്യുന്ന സാധനം. പിന്നെ ഏതാണ് സ്കിന്നിന്? പിന്നെയുള്ളത് പിന്നെ ലില്ലി ലോട്ടസ്. ഇത്
ലില്ലി ലോട്ടസും ഉണ്ട്, ശരിക്കും പറഞ്ഞാൽ ലൂക്കാസ് ജാസ്മിൻ രണ്ടുണ്ട്. ഇതിൽ നമുക്ക് ക്രീമും ഉണ്ട്, SPF ഉണ്ട്. അപ്പൊ സൺ പ്രൊട്ടക്ഷനും കൂടിയുള്ളതാണ്. അപ്പം ഇത് നല്ല എഫക്റ്റീവാണ്. ഇതുപോലെ ഒട്ടും ഗ്രീസി അല്ല. നമുക്ക് ഇപ്പൊ സ്കിന്നിലൊക്കെ അപ്ലൈ ചെയ്താലേ നമുക്ക് നോർമൽ നമുക്ക് ക്രീം മോയ്സ്ചറൈസർ ക്രീം പറ്റിയ ബോഡിയിൽ അങ്ങനെ നിൽക്കില്ല. അപ്പൊ ഇതും ഫാസ്റ്റ് മൂവിങ് ആണ്. നമുക്ക് ഇപ്പം ചൂടുകാലത്തൊക്കെ നന്നായി SPF ഉള്ള കാരണം കൊണ്ട് അത് ഇതായിരിക്കും. പിന്നെ ഈ പറഞ്ഞ പോലെ ആൾക്കാർക്ക് ഒരു കൺഫ്യൂഷൻ ആണ് ഈ യോഗട്ട് എന്ന് പറയുമ്പോൾ. ചില ആൾക്കാർക്ക് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, എന്താണ് അത് എന്താ സാധനങ്ങൾ. പക്ഷെ അത് ശരിക്കും ഒരു അതിന്റെ ആ കൺസിസ്റ്റൻസിനെ ശരിക്കും ആ ക്രീമിന്റെ കൺസിസ്റ്റൻസിയാണ് നമ്മൾ യോഗട്ട് എന്ന് പറഞ്ഞ് ഇറക്കിയിട്ടുള്ളത്. ഈ പ്രോഡക്റ്റ് ഒക്കെ ഇപ്പൊ മാർക്കറ്റിൽ വന്നിട്ട് ഇപ്പൊ ഏകദേശം എത്ര വർഷമായിട്ടുണ്ട്? 4 വർഷത്തോളം. പിന്നെ അതിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ കുറെ വെറൈറ്റികൾ കൊണ്ടുവരാൻ നമ്മള് ശ്രമിക്കുന്നുണ്ട്. ഇപ്പൊ ഇതിൽ തന്നെ കുറെ ഉണ്ട്. നമുക്ക് ബോഡി കെയറും ഇതൊക്കെ ആയിട്ട് തന്നെ കുറെ പ്രൊഡക്ട്സ് ഉണ്ട്. ഇതുപോലെ ബട്ടർഫ്ലൈ പീ ജെല്ല്, നമ്മുടെ ശംഖുപുഷ്പം ഉണ്ടല്ലോ, നമ്മുടെ നാടൻ ശംഖുപുഷ്പത്തിന്റെ ജെല്ലുണ്ട്. പിന്നെ ഇതുപോലെ ക്രീം ഉണ്ട്. എന്താണ് സ്കിന്നിന്റെ തന്നെ നമ്മളൊരു ഫ്ലേവർ, അതായത് മറ്റൊരു ഫ്ലേവർ. അത് നമ്മള് ചെയ്തൊരു കാര്യം, നമ്മുടെ ശംഖുപുഷ്പം നമ്മൾ തന്നെ വളർത്തും. അതിന്റെ എക്സ്ട്രാക്ട് നമ്മൾ അതിൽ നിന്ന് എടുത്തിട്ടാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് തന്നെ അത് നമ്മൾ തന്നെ കൾട്ടിവേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ആക്നെ ജെല്ല് ശരിക്കും പറഞ്ഞാൽ ആക്നെ ഉള്ളവർക്ക് പോകാനായിട്ടാണ്. അതും ഈ പറഞ്ഞ പോലെ അലവേര പിന്നെ മഞ്ഞള് അങ്ങനെയുള്ള സാധനങ്ങൾ എല്ലാം കൂടെ ഇട്ടിട്ട് ഉണ്ടാക്കുന്നതാണ്. പിന്നെ അലവേര ക്രീം നമ്മള് 100% നാച്ചുറലാണ്. നമ്മൾ അലവേര ഇവിടെ ഓൾറെഡി ഉണ്ട്, നമുക്ക് കൾട്ടിവേഷൻ ഇവിടെ ഉണ്ട്. ചില സ്ത്രീ സംരംഭകരുണ്ട്, അവര് വീട്ടില് ഇതുപോലെ ഹൗസ് വൈഫ് ആയിട്ടുള്ളവരുണ്ടാവും. അവരിതുപോലെ വളർത്തും. നമ്മൾ തികയാത്തത് അവരെ നമ്മൾ എടുത്തിട്ട് അപ്പൊ അവർക്കും ഒരു പിന്നെ ഇപ്പൊ അൺഡ്രൈജില് അത് ഐ-കെയർ ആണ്. പക്ഷെ ഇത് ഈ പറഞ്ഞ പോലെ ഫാസ്റ്റ് മൂവിങ്സ് ആണ്. ഇപ്പൊ ഡാർക്ക് സർക്കിൾസ് ഈ ഉറക്കക്കുറവുള്ളവര് ഇതുപോലെ ഫോൺ അധികം യൂസ് ചെയ്യുന്ന ആളുകൾ സ്ട്രെയിൻ വരില്ലേ കണ്ണിന്? പരീക്ഷിക്കാം. അതാണ് ഇത്ര അധികം നമുക്ക് അത്രയധികം ഫാസ്റ്റ് മൂവിങ് ആയിട്ടാണ്. അതെങ്ങനെയാണ് ഡെയിലി ആണോ യൂസ് ചെയ്യാൻ? എങ്ങനെയാണ് ഡെയിലി യൂസ് ചെയ്യാം. എല്ലാവരും ഫോൺ ഉപയോഗിക്കുന്നവരാണ് മിക്ക ആളുകളും. അപ്പൊ കണ്ണിന്റെ ഇടയിൽ ഉറക്കക്കുറവ് ഉള്ളവരുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ നല്ല എഫക്റ്റീവ് ആണ്. അത് ഇതിൽ പറഞ്ഞ പോലെ കാപ്പി പൊടി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ ഈ പറഞ്ഞ പോലെ കാപ്പി ശരിക്ക് ഒറിജിനൽ കാപ്പി തന്നെ ഇട്ടിട്ട് ഉണ്ടാക്കുന്നതാണ്. പിന്നെ വരുന്നത് നമുക്ക് ഷവർ ജെല്ലുകൾ വരുന്നുണ്ട്. അതായത് നമ്മള് ഇഷ്ടംപോലെ ഫ്ലേവേഴ്സ് ഉണ്ട്. ഇതിപ്പോ ഓറഞ്ച് ആൻഡ് ക്യാരറ്റ് ആണ്. ഇതും നാച്ചുറൽ ബേസ് ഒക്കെയാണ്. മസ്കൂളിനൊക്കെ പറ്റിയ ഐറ്റംസ് ആണ്. ഇപ്പൊ നമ്മള് ബോഡിയിൽ ഓയിൽ കണ്ടന്റ് ഭയങ്കരമായിട്ട് കുറയും, ഡീഹൈഡ്രേറ്റ് ആവും ബോഡി. അപ്പൊ നമുക്ക് അതിന് ഉപയോഗിക്കാൻ പറ്റിയ ഐറ്റംസ് ആണ് ഇതെല്ലാം. അതുപോലെ തന്നെ ഇത് ക്യാരറ്റ് ആണ്, ഓറഞ്ച് ആൻഡ് ക്യാരറ്റ്. ഇത് കോക്കനട്ട് ആൻഡ് ജാസ്മിൻ. ഇതില് നമ്മളെ ശരിക്കുള്ള കോക്കനട്ടും ജാസ്മിന്റെ ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്തിരിക്കുന്നതാണ്. നമുക്ക് ഈ ഓയില് നമ്മള് വെളിച്ചെണ്ണ ഒക്കെ പറ്റില്ലേ, അതുപോലെ എഫക്റ്റീവ് ആണ് ഷവർ ജെൽ. പിന്നെ നമ്മുടെ സിസ്റ്റർ ബ്രാൻഡ് ഉണ്ട് ടെത്തീസ് എന്ന് പറഞ്ഞിട്ട്, നമ്മുടെ തന്നെ മാസ്റ്റർ ബെൽസിന്റെ തന്നെ വേറൊരു ബ്രാൻഡ്. അതെ, അപ്പൊ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജാപ്പനീസ് ഇൻസ്പയർഡ് ആണ്. ഇത് ഈ സക്കൂറ എന്നാണ് ഇതിന്റെ പേര്. സക്കൂറ എന്ന് വെച്ച് കഴിഞ്ഞാല് ചെറി ബ്ലോസം, അതിന്റെ ജാപ്പനീസ് വേർഡാണ് സക്കൂറ. അപ്പൊ ഇത് അത്യാവശ്യം നല്ല, ഇത് വരുന്നത് ചെറിയും ഊതുമാണ് ഇതിന്റെ ഇൻഗ്രീഡിയന്റ് ഫ്രാഗ്രൻസ് വരുന്നത്. ഇതിന്റെ മാർക്കറ്റ് ഇന്ത്യൻ മാർക്കറ്റാണോ അല്ലെങ്കിൽ ഔട്ട് സൈഡ് ആണോ? അത് എടുത്തിട്ട് പുറത്ത് കൊണ്ടുപോകുന്നവരുണ്ട്. അപ്പൊ നമുക്കിപ്പോ ഇപ്പൊ ലോഞ്ച് ചെയ്തിട്ടുള്ളൂ, ജസ്റ്റ് ലോഞ്ച് ചെയ്തിട്ടുള്ളൂ. അതിന്റെ തന്നെ മോയ്സ്ചറൈസിംഗ് ക്രീം ഉണ്ട് സക്കൂറയുടെ. ഇതേ സ്മെല്ല്, ഇതേ കാര്യങ്ങളൊക്കെ. നമുക്ക് മെൻസിൽ ആയിട്ടുള്ള പ്രോഡക്ട്സ് ഉണ്ട്. ഇതൊന്നും ബിയർഡ് ഓയിലാണ്. നമ്മള് താടി വരാനായിട്ട് പലർക്കും ആഗ്രഹം ഉണ്ടല്ലോ, അപ്പൊ അവർക്ക് തീർച്ചയായിട്ടും അത്യാവശ്യം റിസൾട്ട് ഉണ്ടെന്നാണ്. എല്ലാവർക്കും ആവശ്യം താടിയാണ്. താടിയുള്ള ഫാഷനാണ് ഇപ്പോഴായിട്ട് വരുന്നത് കാസ്റ്റർ ഓയിൽ, ആർഗാൻ ഓയിൽ, പിന്നെ പംകിൻ സീഡ്, പിന്നെ വൈറ്റമിൻസ്, വൈറ്റമിൻ ഇ അങ്ങനെയുള്ള ഐറ്റംസ് ആണ്. നല്ല റിസൾട്ട് ഉള്ള ഐറ്റം പ്രോഡക്റ്റ് ആണ്. അതെ അതെ. പക്ഷെ ബിയർഡ് ഓയിൽ എന്ന് പറഞ്ഞാൽ കമ്പാരിറ്റീവ്ലി കുറച്ച് നാൾ യൂസ് ചെയ്യണം, കുറച്ച് സമയം യൂസ് ചെയ്യണം. നമ്മൾ ക്വിക്ക് റിസൾട്ട് പ്രതീക്ഷിക്കരുത്, കണ്ടിന്യൂറ്റി ആയിട്ട്. തീർച്ചയായും. പിന്നെ നമുക്ക്
ഡീടോക്സിഫൈങ് ചാർക്കോൾ മാസ്ക് വരുന്നുണ്ട്. ഇത് എക്സ്ക്ലൂസീവ് ആയിട്ട് ഉള്ളൊരു ഐറ്റം ആണ് ആണുങ്ങൾക്ക്. അത് ചാർക്കോൾ ബേസ്ഡ് ആണ്. നമുക്ക് ഈ ഫേസിലുള്ള ബ്യൂട്ടിഫൈ ഇതൊക്കെ ഉണ്ടാവുമല്ലോ, ബ്യൂട്ടീസ് ഒക്കെ, അതൊക്കെ മാറാനും നല്ല ക്ലിയർ ആവാനും വേണ്ടിയിട്ട്. പിന്നെ വരുന്നത് നമുക്ക് സോപ്പുകളാണ്. ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും ഹാൻഡ് മെയ്ഡ് സോപ്പാണ്. അത് കോൾഡ് പ്രോസസ്ഡ് സോപ്പാണ്. ഇതിൽ പറഞ്ഞാൽ തീരെ കെമിക്കൽസ് ഉണ്ടാവില്ല. നമുക്ക് ഗ്ലിസറിൻ സോപ്പും ഉണ്ട്, കോൾഡ് പ്രോസസ് സോപ്പും ഉണ്ട്. കോൾഡ് പ്രോസസ് സോപ്പിന്റെ പ്രത്യേകത ഇതിൽ ഗ്ലിസറിൻ ബൈ പ്രോഡക്റ്റ് ആയിരിക്കും. കാസ്റ്റിക് സോഡയും വെളിച്ചെണ്ണ അത് ഉപയോഗിച്ചിട്ട് അതിൽ നിന്ന് ബൈ പ്രോഡക്റ്റ് ആയിട്ട് ഗ്ലിസറിൻ ഉണ്ടായിരുന്നു. ഏകദേശം നല്ല പതം ഉണ്ടാവും. തീരെ സൈഡ് എഫക്ട്സ് ഒന്നും ഉണ്ടാവില്ല. അലർജീസോ കാര്യങ്ങളോ കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. കുറച്ച് എക്സ്പെൻസീവ് ആണ് കമ്പാരിറ്റീവ്ലി മറ്റ് ഗ്ലിസറിൻ സോപ്പിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. പക്ഷെ ഇതിന്റെ പ്രത്യേകത ഇത് ഉണ്ടാക്കിയ ഒരു മാസം നമ്മൾ വെക്കണം, എടുത്തു വെക്കണം. അതിനുശേഷം മുറിച്ചെടുക്കാണ് ചെയ്യുന്നത്. ഇപ്പൊ ലേബലിംഗ് ഒന്നും കഴിഞ്ഞിട്ടില്ല, നമ്മൾ ഉണ്ടാക്കി സ്റ്റോക്ക് ചെയ്തിട്ടുള്ളൂ. അതിനെ പല നമുക്ക് ഇപ്പൊ റോസ് ആൻഡ് ഓട്സ് വരുന്നുണ്ട്, ഇതുപോലെ ചാർക്കോള് വരുന്നുണ്ട്, കോഫി ഉണ്ടായിരുന്നു, അതിപ്പോ കഴിഞ്ഞിരിക്കുകയാണ്. കോഫിയുടെ പ്രത്യേകത നമ്മൾ അതിൽ ശരിക്കുള്ള കാപ്പിയുടെ കുരു പൊടിച്ചിട്ട് അതിൽ ചേർക്കും. ഇതുപോലെ തന്നെ ഇത് ബട്ടർഫ്ലൈ പീ, നമ്മുടെ ശംഖുപുഷ്പത്തിന്റെ സോപ്പ്. ഒരുപാട് ഫ്രാഗ്രൻസ് ഉണ്ട്. ഏതാണ് ഫാസ്റ്റ് മൂവിംഗ് ഐറ്റംസ്? ശംഖുപുഷ്പം വളരെയധികം പോകുന്ന ഐറ്റാണ്, ഭയങ്കര സെയിലുള്ള ഐറ്റം. അതുപോലെ തന്നെ ഇത് റോസ് ആൻഡ് ഓട്സ്. പക്ഷെ അത് കുറെ നാൾ നിൽക്കും, പെട്ടെന്ന് അഴിഞ്ഞു പോകില്ല, കുറെ നാൾ നിൽക്കും. നമുക്ക് ഏത് സ്കിൻ ടൈപ്പ് ആർക്കും ഒരുവിധം ഉപയോഗിക്കാം. ഇതിന്റെ പ്രൊഡക്ഷൻ ഇവിടെ തന്നെയാണ്? എല്ലാവരും തന്നെയാണ്. നമ്മളെല്ലാ ഐറ്റംസും പ്രൊഡക്ഷൻ ഇവിടെ തന്നെയാണ്. ഇതുപോലെ ഇത് ഗ്ലിസറിൻ സോപ്സ് ആണ്. കുറെ ഉണ്ടായിരുന്ന ഫ്ലേവർ ഇപ്പൊ നമ്മൾ കഴിഞ്ഞ പെട്ടെന്ന് ഫാസ്റ്റ് മൂവിംഗ് ആണ്, മഴക്കാലല്ലേ. ഗ്ലിസറിൻ സോപ്പ് നല്ല മൂവിംഗ് ഉള്ള ഐറ്റംസ് ആണ്. ഇതുപോലെ തന്നെ സ്മെല്ലില്ലാത്ത ഇത് അൺസെന്റഡ് ഒലിവോസിസ് എന്നാണ് ഇതിന്റെ പേര്. ഇത് ചില ആളുകൾ ഇപ്പോ പ്രധാനമായിട്ട് ഹജ്ജ് കർമ്മത്തിനൊക്കെ പോകുന്ന ആളുകൾ, അവർക്ക് സ്മെല്ല് പാടില്ല, അങ്ങനെ ഒരു ഇതുണ്ടാവും. അപ്പോ നമ്മൾ അതിൽ ഉപയോഗിക്കുന്നതാണ്. കോൾഡ് പ്രോസസ് സോപ്പ് തന്നെയാണ്. അപ്പൊ ഇതിൽ സ്മെല്ല് ഉണ്ടാവില്ല. അങ്ങനെയുള്ള ആളുകൾക്ക് ഇത് ചൂസ് ചെയ്യാം. ഇതുപോലെ ഇത് ഷേവിംഗ് ജെൽസ് ആണ്. നമ്മളെ സബ് ബ്രാൻഡ് ഉണ്ടല്ലോ, നേരത്തെ പറഞ്ഞ സിസ്റ്റർ ബ്രാൻഡ്, അതിൽ പെടുന്നതാണ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ സെലൂൺ ഐറ്റംസ് ആണ്. സെലൂണിൽ കൊടുക്കാനുള്ള ഷേവിംഗ് ജെല്ലുകളാണ്, അലോവേറ ഷേവിംഗ് ജെല്ല്. പല ഫ്രാഗ്രൻസ് ഉണ്ട്. ഇതിപ്പോ വരുന്നത് അലോവേറ ആൻഡ് പെപ്പർമിന്റ് ഫ്ലേവർ ആണ് വരുന്നത്, ഫ്രാഗ്രൻസ് ആണ് വരുന്നത്. ഇതുപോലെ ഇത് വാട്ടർമെലൺ, മാംഗോ, ഓറഞ്ച്, അങ്ങനെ. ഇനിയിപ്പോ ആരെങ്കിലും നമ്മളോട് പറയുകയാണെങ്കിൽ ഇന്ന ഒരു സ്പെസിഫിക് ഫ്രാഗ്രൻസ് അവർക്ക് വേണമെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ അങ്ങനെ ഉണ്ടാക്കി കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. നമുക്ക് ഓൾറെഡി ഓർഡേഴ്സ് ഉണ്ട്. അത് അതർ സ്റ്റേഷനിലൊക്കെ ഒരുപാട് പോകുന്നതാണ്, ബൾക്കായിട്ട് കൊടുക്കുന്നതാണ്. ഹോൾസെയിൽ ആയിട്ടാണ് കൂടുതൽ പോകുന്നത്, റീറ്റെയിൽ ആയിട്ടും ഉണ്ട്. കുറച്ച് സെറങ്ങളുണ്ട്. അതായത് ആന്റി ഏജിങ് സെറം, ഇത് ആന്റി ഏജിങ് സെറാണ്. ഇതുപോലെ തന്നെ ലിപ് സെറം ഉണ്ട്, വൈറ്റമിൻ B5 സെറം ഉണ്ട്. ഏകദേശം ഇതൊക്കെയാണ് നമ്മുടെ പ്രോഡക്ട്സ് വരുന്നത്. ഇത് 200+ ഐറ്റംസ് നമ്മളിൽ വരുന്നുണ്ട്. 250+ ഐറ്റംസ് വരുന്നുണ്ട്. അതൊക്കെ ഫുള്ള് നമ്മൾ ഡെമോ എടുക്കണമെങ്കിൽ ഒരു ദിവസം കുറെ ഐറ്റംസ് ഉണ്ട്. മാത്രമല്ല എല്ലാതും റാക്കിലും ഇല്ല. കുറെ ഐറ്റംസ് ഇതുപോലെ തന്നെ സ്റ്റോക്ക് എത്തിക്കാൻ നമുക്ക് പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും കാര്യങ്ങളാണ്. ഇനി നമുക്ക് എന്താണ് നമുക്ക് കാണാനുള്ളത് ഇവിടെ? ഇനി നമുക്ക് ഫാക്ടറി ഫാക്ടറി ടൂർ നമുക്ക് നടത്താം. പ്രൊഡക്ഷൻ യൂണിറ്റിൽ ഫസ്റ്റ് യൂണിറ്റ് ഇതാണ്. എന്താണ് ഇതിന്റെ ഈ മെഷീന്റെ ഉപയോഗം? ഒന്ന് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തോളൂ. അതായത് ഇവിടെ നിന്നാണ് നമ്മൾ ഇവിടെ വരുന്ന എല്ലാ ഐറ്റംസും ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുക. അതായത് ഇതിലാണ് ഉണ്ടാക്കുക. പിന്നെ ഏകദേശം ഒരു 300 kg പെർ ഹവർ ഉണ്ടാക്കണ കപ്പാസിറ്റി ഉണ്ട്. പിന്നെ ഫുള്ളി ഓട്ടോമേറ്റഡ് ആണ്. നമുക്ക് കൈ ഉപയോഗിക്കേണ്ടി വരുന്നില്ല. അപ്പൊ എല്ലാത്തിന്റെയും ബേസ് എന്ന് പറയുന്നത് ഈ ഒരു ഇവിടെ ഉണ്ടാക്കിയിട്ട് ഇവിടുന്ന് ഉണ്ടാക്കിയ ശേഷമാണ് മറ്റു കാര്യങ്ങൾക്ക് മറ്റു പ്രോസസ്സിംഗിലേക്ക് കടക്കുന്നത്. ഇതാണ് കോൾഡ് പ്രോസസ് സോപ്പ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. സോപ്പ് ഉണ്ടാക്കിയിട്ട് ഒരു 1 month ഇത് വെക്കണം. അതിന് ശേഷമാണ് നമ്മളത് പുറത്തെടുക്കുക. ഇപ്പോൾ സെറ്റ് ചെയ്ത കോൾഡ് പ്രോസസ് സോപ്പ് നമ്മൾ കട്ട് ചെയ്യാൻ പോവുകയാണ്. ഇതാണ് നമ്മുടെ മെഷീൻ. ഈ പ്രോസസ് നമ്മൾ മാനുവലി ആണ് ചെയ്യാറ്. ഇതാണ് നമ്മുടെ ലാബ് വരുന്നത്. ഇവിടെയാണ് നമ്മുടെ R&D കാര്യങ്ങളൊക്കെ നോക്കുന്നത്. മാക്സിമം ഹൈജീനിക് ആയിട്ടും നമ്മൾ
പ്രൊഡക്ഷൻ കഴിഞ്ഞ പ്രൊഡക്ഷനിൽ ഉണ്ടാക്കുന്ന ഐറ്റംസ് നമ്മളിവിടെ ടെസ്റ്റ് ചെയ്യും. അതിന്റെ പീസും ബാക്കി കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യും. അതിനുശേഷം ഇവിടെ നിന്ന് പാക്കിങ്ങിലേക്ക് അയക്കും. ക്വാളിറ്റി ചെക്കിംഗ് എല്ലാം കൂടിയാണ് നടക്കുന്നത്. ഇനി അടുത്ത സെക്ഷൻ ഏതാണ് നമ്മൾ കാണാൻ പോകുന്നത്? നമ്മളിങ്ങനെ അടുത്തായിട്ട് കാണാൻ പോകുന്നത് പാക്കിംഗ്. ഇതാണ് നമ്മുടെ പാക്കിംഗ് സെക്ഷൻ വരുന്നത്. ഇതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ മേജർ മാഡം പറഞ്ഞു. ഇത് നമ്മുടെ ഓൾറെഡി നമ്മൾ ഒരു ഫോം ഉണ്ടാക്കും. ഓരോ കസ്റ്റമർക്കും ഓരോ ഫോം ഉണ്ടാക്കും ഓർഡർ അനുസരിച്ചിട്ട്. എന്നിട്ട് പിന്നെ അതിന് ഡീറ്റെയിൽസ് ഏതൊക്കെ ആയിട്ടാണോ ഓരോ കസ്റ്റമറിനും വേണ്ടതെന്നുള്ളത് ഫില്ല് ചെയ്ത് എല്ലാം കൊടുക്കും. എന്നിട്ട് പോസ്റ്റ് ആണെങ്കിൽ പോസ്റ്റ്, DTDC, അങ്ങനെ ഏത് കൊറിയർ സർവീസാണ്, അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും ഇതിലുണ്ടാവും. അപ്പോൾ അതെല്ലാം ഫില്ല് ചെയ്തിട്ട് പാക്കിംഗ് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, അവർക്ക് കൊടുക്കും. എന്നിട്ട് ഫൈനൽ ചെക്കും എല്ലാം കഴിഞ്ഞിട്ടാണ് ഇവിടുന്ന് ഓരോന്ന് പോകുന്നത്. ഇതിൽ തന്നെ നമ്മൾ ബാച്ച് കോഡ്, ഇൻവോയ്സ് നമ്പർ എല്ലാം ഇതിൽ തന്നെ കയറ്റും. അപ്പോൾ എല്ലാ ഡീറ്റെയിൽസ് ഇതിൽ വന്നതിന് ശേഷമാണ് പിന്നെ അത് പാക്ക് ചെയ്ത് ഇവിടുന്ന് പുറത്തേക്ക് പോകും. നമ്മുടെ പാക്കിംഗ് സെക്ഷൻ നമ്മളവിടെ നേരത്തെ കാണിച്ച് അവിടെ നമ്മൾ എല്ലാം ചെക്ക് ചെയ്ത് അതിൻ്റെ ബില്ലൊക്കെ പ്രിപ്പയർ ചെയ്ത് എല്ലാം ക്രോസ് ചെക്ക് ചെയ്തിട്ട് ഇവിടെ കൊണ്ടുപോകും. നമ്മൾ അയക്കാനുള്ള അഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഇതിൽ ഒപ്പിച്ചിട്ട് നമ്മളിവിടെ പാക്ക് ചെയ്യും. അതിനുശേഷം പാർസൽ സർവീസിനോ അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസിലോ കൊണ്ടുപോകും അയക്കാനുള്ള കാര്യങ്ങൾ. ഇത് നമ്മൾ ഡെയിലി ചെയ്യില്ല, ഡെയിലി പ്രോസസ് ആണ്. ഇതെല്ലാം ക്രീമിൻ്റെയും ജെല്ലിൻ്റെയും ഫേസ് വാഷിൻ്റെയും ഷാമ്പൂവിൻ്റെയൊക്കെ ബേസുകളാണ്. നമ്മളിവിടെ തന്നെ പ്രിപ്പയർ ചെയ്യുന്ന പ്രോഡക്റ്റിന് വേണ്ടിയിട്ടും മാത്രമല്ല ഓർഡർ അനുസരിച്ച് പുറത്തേക്കും ഓഫേഴ്സ് ചെയ്യാറ്. മറ്റ് കമ്പനികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ കൊടുക്കാം. ഓക്കെ, അപ്പോൾ മറ്റു കമ്പനികളിൽ നിന്ന് നമ്മൾ ഓർഡർ സ്വീകരിക്കാറുണ്ട്. അതെ, ബൾക്കായിട്ട് വരുമ്പോൾ നമ്മൾ അങ്ങനെ ചെയ്തു. അപ്പോൾ നമ്മുടെ ബ്രാൻഡിങ്ങിൽ അവർ വിൽക്കുക, അവരുടെ ബ്രാൻഡിങ്ങിൽ അവർക്ക് വിൽക്കാം. അതിന്റെ ബേസുകൾ, അതായത് അൺഫിനിഷ്ഡ് കൊടുക്കാം. അപ്പോൾ നമുക്ക് ആരെങ്കിലും ഒരാൾക്ക് അങ്ങനെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ നിന്ന് വാങ്ങി അവർക്ക് അവരുടെ ബ്രാൻഡ് ചെയ്തിട്ടുണ്ട് നമുക്ക് ബിസിനസ് നടത്താൻ പറ്റും. ഇതൊക്കെ സ്ക്രബ് തുടങ്ങി നമ്മുടെ തന്നെ പ്രോഡക്റ്റുകളുടെ ബേസുകളാണ്. അപ്പോൾ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി നമ്മൾ കൊടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും. മാത്രമല്ല നമ്മുടെ തന്നെ പ്രോഡക്റ്റുകൾ ഒരു മറ്റു രീതിയിൽ മാർക്കറ്റിംഗ് നമ്മൾ ചെയ്യാറുണ്ട്. അതായത് സീറോ ഇൻവെസ്റ്റ്മെന്റിൽ സ്ത്രീകൾക്ക്, കൂടുതലും സ്ത്രീകളാണുള്ളത്, വീട്ടമ്മമാരായ സ്ത്രീകൾ, ഇതുപോലെ പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളായിട്ടുള്ള മറ്റു ജോലികൾ ചെയ്യുന്നതോടൊപ്പം അവർക്ക് ചെയ്യാം. അങ്ങനെ സൈഡ് ബിസിനസ്. അതായത് അവർക്ക് ഇൻവെസ്റ്റ്മെന്റ് ഒന്നുമില്ല. അവർക്ക് റീസെല്ലിംഗ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രോഡക്ട്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ അവർക്ക് പുറത്തുനിന്ന് ഓർഡറുകൾ സ്വീകരിച്ചിട്ട് നമ്മുടെ പ്രോഡക്ട്സ് അവർക്ക് വിൽക്കാം. അതിൻ്റെ ഒരു നിശ്ചിത ലാഭം നമ്മൾ സീറോ ഇൻവെസ്റ്റ്മെന്റിൽ അവർക്ക് ചെയ്യാം. അത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും, വീട്ടമ്മമാർക്കൊക്കെ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും ആ ഒരു പ്രോസസ്സ് അല്ലേ? തീർച്ചയായിട്ടും. 1-2 പേരാണത് തുടക്കത്തിൽ ഇതുപോലെ ചെയ്തിരുന്നത്. പിന്നീട് അവർ പറഞ്ഞിട്ടും ഒരുപാട് ആളുകൾ വരെ അവരത് നല്ല രീതിയിൽ ചെയ്തു പോകുന്നുണ്ട്. അവർക്കൊരു വരുമാനവും അവർക്ക് ഇൻവെസ്റ്റ്മെന്റ് ഇല്ല. മറ്റു പല കമ്പനികളും ചെയ്യുന്ന പോലെ അവർക്ക് ഇൻവെസ്റ്റ്മെന്റോ കാര്യങ്ങളോ ഇല്ല. ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ കാട്ടൂരാണ്, ഇരിങ്ങാലക്കുട കാട്ടൂരാണ് ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത്. ഈ വീഡിയോ കണ്ട് വരുന്നവർക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് കൊടുക്കാനുള്ള ഷാന് ഓഫർ ചെയ്തിട്ടുണ്ട്. താങ്ക് യു ഷാന്. അതുപോലെ തന്നെ നമുക്ക് ഏതൊരു സ്ഥാപനം കൊണ്ടുപോകുമ്പോഴും നമുക്ക് ഒരുപാട് ചാലഞ്ചസ് എന്ന് പറയുന്നത് ലോക്കൽ സപ്പോർട്ടുകളാണ്. അത്തരത്തിലുള്ള സപ്പോർട്ടുകൾ എന്താണ്? ഗവൺമെന്റ് ഭാഗത്തു നിന്ന് സപ്പോർട്ട്, അല്ലെങ്കിൽ ബാങ്കിങ് ഫൈനാൻസിന്റെ ഭാഗത്തു നിന്ന് എത്രത്തിലുള്ള സപ്പോർട്ടുകളാണ് നമുക്ക് ഈ ബിസിനസ്സിൽ ലഭിക്കുന്നത്? തീർച്ചയായിട്ടും ഇത് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന്, അതിപ്പോ നമ്മുടെ ഈ പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്നായാലും ഇനി ഡ്രഗ് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തുനിന്നായാലും ഒരുപാട് കടമാൾ കടന്നിട്ടാണല്ലോ പൊതുവെ ഇതൊക്കെ ചെയ്തിട്ട്. പക്ഷെ നമുക്ക് അങ്ങനെ യാതൊരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല. നമ്മുടെ ഗവൺമെന്റ് വളരെയധികം സപ്പോർട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. പഞ്ചായത്തിന്റെ ഭാഗത്തായിക്കോട്ടെ, ഇനി ജില്ലാതലത്തിലായിക്കോട്ടെ, നമുക്ക് വളരെയധികം സപ്പോർട്ട്. സംരംഭം ആരംഭിക്കുമ്പോൾ പ്രത്യേകിച്ച് കേരളത്തിൽ പലരും പറയാറുണ്ട് ഭയങ്കര നൂലാമാലകളാണ്, ബുദ്ധിമുട്ടാണ്. പക്ഷെ വളരെയധികം സപ്പോർട്ട് നമുക്ക് വേറെ ഭാഗത്ത് കിട്ടിയിട്ട് അത് തീർച്ചയായും എടുത്തു വരേണ്ടതാണ്. പൊതുവെ കേരളത്തിൽ ബിസിനസ്സുകളൊന്നും വാഴില്ല എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് പൊതുവെ ആളുകളുടെ മനസ്സിലുണ്ട്. അതിനൊക്കെ നമുക്ക് ഉത്തമ ഉദാഹരണമാണ് ഈ മാസ് ഹെർബൽസ് എന്ന് പറയുന്ന സ്ഥാപനം. ഏകദേശം 7 വർഷത്തോളമായി വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചു പോകുന്ന ഒരു സ്ഥാപനമാണ്. അപ്പോൾ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും ബിസിനസ്സിലേക്ക് അവരുടെ
ഇതിലാണ് അവർ സ്പെഷ്യൽ ആയിട്ട് കഴിവുള്ളത്. അത് തെളിയിച്ചുകൊണ്ട് നിങ്ങളുടെ ബിസിനസ്സിനെ കൊണ്ടുപോകുവാൻ ആഹ്വാനം ചെയ്യണം. അതുപോലെ തന്നെ ഇവിടെ വന്ന് എനിക്ക് കണ്ടതിൽ 1-2 കാര്യങ്ങൾ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നതാണ്. ഒന്ന്, വെൽ ഓർഗനൈസ്ഡായ ഒരു ഓപ്പറേഷൻ പാറ്റേണാണ് ഇവിടെ ഫോളോ ചെയ്യുന്നത്. എല്ലാത്തിനും ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റാണ് ഹാൻഡിൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ മറ്റൊരു ഹൈജീന് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന പ്രോഡക്റ്റുകളാണ്. പിന്നെ അതുപോലെ തന്നെ ഇത് എല്ലാതും ഒരു നാച്ചുറൽ ഐറ്റംസ് ആണ്, നാച്ചുറൽ ബേസ് ഐറ്റംസ് ആണ് ഇതിലെല്ലാം യൂസ് ചെയ്യുന്നത്. ആർട്ടിഫിഷ്യലായിട്ട് ഒന്നും തന്നെ ഇല്ല. അപ്പോൾ അതുപോലെ തന്നെ സൈഡ് എഫക്റ്റും കാര്യങ്ങളൊന്നും ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ചാൽ തീർച്ചയായിട്ടും ഇല്ല. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോൻ്റെ അഭിപ്രായങ്ങൾ, ഈ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിമർശനങ്ങളും കമൻറ്റ് ചെയ്യാം. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അവരെ സൈനിങ് ഓഫ് ജോബി ആന്റണി. താങ്ക് യു ഷാന.